ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. PSC റാങ്ക് പട്ടികയിലും ക്രമക്കേട് പരാതി. 2019 പുറത്തിറങ്ങിയ സിവിൽ സപ്ലൈസ് അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് റാങ്ക് പട്ടികയ്ക്കെതിരെയാണ് പരാതി. ഫാർമസി കൌൺസിൽ സർട്ടിഫിക്കറ്റുകൾ PSC അംഗീകരിച്ചില്ല എന്നും സ്വകാര്യ സ്ഥാപനങ്ങളിലെ സർട്ടിഫിക്കറ്റുകൾ മാത്രം പരിഗണിച്ചു എന്നാണ് പരാതി. ഉത്തരക്കടലാസിന് പകർപ്പ് ലഭ്യമാക്കുന്നില്ല എന്നും ആരോപണമുണ്ട്. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ റാങ്ക് പട്ടികയിൽ വന്നിരിക്കുന്ന പരാതി എങ്ങനെയാണ്? സ്മൃതി, സിവിൽ സപ്ലൈസിലെ അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് നടന്ന പരീക്ഷ, അതിനുശേഷം അതിന്റെ റാങ്ക് പട്ടിക പുറത്തിറങ്ങിയപ്പോൾ അതിലാണ് ആക്ഷേപം ഉയർന്നത്. ആ റാങ്ക് പട്ടികയിൽ ഫാർമസി കൗൺസിലിന്റെ സർട്ടിഫിക്കറ്റുകൾ, ഫാർമസി കൗൺസിലിന്റെ കോഴ്സിന് അംഗീകാരമില്ല എന്ന് പിന്നീട് പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത്. നേരെ മറിച്ച് സ്വകാര്യ കമ്പ്യൂട്ടർ സ്ഥാപനങ്ങളിൽ നിന്നും കോഴ്സ് പൂർത്തിയാക്കിയ ആളുകളുടെ സർട്ടിഫിക്കറ്റുകൾ അംഗീകരിച്ചു. ഫാർമസി കൗൺസിലിനാണ് ഏറ്റവും ഔദ്യോഗികമായ കോഴ്സുകൾ, അതിനാണ് എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും അംഗീകാരം നൽകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് ഫാർമസി കൗൺസിലിന്റെ കോഴ്സിന് അംഗീകാരം നൽകാതെ പകരം സ്വകാര്യ സ്ഥാപനങ്ങൾ, ചില സ്വകാര്യ സ്ഥാപനങ്ങൾ പിന്നീട് അടച്ചുപൂട്ടപ്പെട്ടു. അങ്ങനെയുള്ള സ്വകാര്യ കമ്പ്യൂട്ടർ സ്ഥാപനങ്ങളിലെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ അംഗീകരിച്ചുകൊണ്ട് ഫാർമസി കൗൺസിലിൽ കോഴ്സ് പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികളെ ഈ പട്ടികയിൽ നിന്നും പുറത്താക്കിയാണ് ഉണ്ടായത്. അവർക്കാണെങ്കിൽ കൂടുതൽ മാർക്കുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. അവരുടെ ഉത്തരക്കടലാസുകൾ പരിശോധിക്കാൻ, ഉത്തരക്കടലാസിന്റെ പകർപ്പ് നൽകാനും PSC തയ്യാറായിട്ടില്ല. പിന്നീട് PSCക്ക് പരാതി നൽകിയപ്പോൾ പരാതി പരിഗണിച്ചില്ല, അത് പരിശോധിക്കാൻ തയ്യാറായില്ല എന്ന ആക്ഷേപമുണ്ട്. ഇത് സംബന്ധിച്ച് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ PSCയിലെ പരീക്ഷാ ക്രമക്കേട് സംബന്ധിച്ച അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് തയ്യാറെടുക്കുമ്പോൾ അന്വേഷണ സംഘത്തിന് പരാതി നൽകാൻ കൂടിയാണ് ഉദ്യോഗാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ പരീക്ഷാ ക്രമക്കേട് സംബന്ധിച്ച വിവരം പുറത്തു വന്നു. അതിനുശേഷം PSC അഭിമുഖത്തിലും ക്രമക്കേട് നടന്നതായുള്ള വിവരം പുറത്തു വന്നു. ഒടുവിലിതാ റാങ്ക് പട്ടികയിലും ക്രമക്കേട് നടന്നതായുള്ള ആക്ഷേപം ഉദ്യോഗാർത്ഥികൾ ഉയർത്തുകയാണ്. സ്മൃതി, ഏത് വർഷത്തെ പരീക്ഷാ റാങ്ക് പട്ടികയിലാണ് ക്രമക്കേടുള്ളത്? സ്മൃതി, 2019 PSC സിവിൽ സപ്ലൈസ് അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് തസ്തികയുടെ പട്ടിക പുറത്തിറങ്ങിയത്. 2018 നടന്ന പരീക്ഷയാണ്. ഇതിൽ വിവാദമായ ഈ റാങ്ക് പട്ടിക, ആ റാങ്ക് പട്ടികയിൽ നിന്നും നിയമനം നടന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിൽ പരാതി നൽകിയിട്ട് പോലും പരാതി പരിഗണിക്കാതെ നിയമനത്തിലേക്ക് PSC കടക്കുകയും ചെയ്തു. തിരക്കിട്ടുള്ള നിയമനം എന്ന ആക്ഷേപമാണ് ഉദ്യോഗാർത്ഥികൾ ഉയർത്തുന്നത്. എന്തുകൊണ്ടാണ് ഫാർമസി കൗൺസിലിന്റെ കോഴ്സ് അംഗീകരിക്കാത്തത് എന്ന പ്രധാന ചോദ്യം ഉദ്യോഗാർത്ഥികൾ ഉയർത്തുന്നു. രണ്ടാമത്തെ ചോദ്യം, ഉത്തരക്കടലാസിന്റെ പകർപ്പ് എന്തുകൊണ്ട് നൽകുന്നില്ല, മാർക്ക് എന്തിനാണ് മറച്ചുവെക്കുന്നത് എന്ന ചോദ്യവുമുണ്ട്. ഇതിൽ തന്നെയാണെങ്കിൽ റാങ്ക് പട്ടികയിൽ ഇടം നേടി പിന്നീട് നിയമനം ലഭിച്ചവരിൽ പലർക്കും 20 മാർക്കിൽ കുറവാണ്. 100 മാർക്കുള്ള പരീക്ഷയിൽ 20 മാർക്കിൽ കുറഞ്ഞവർക്ക് പോലും നിയമനം ലഭിച്ചു എന്നതാണ് ശ്രദ്ധേയം. അങ്ങനെ മാർക്ക് കുറഞ്ഞവർക്ക് പോലും നിയമനം നൽകിക്കൊണ്ട് മാർക്ക് കൂടിയതെന്ന് അവകാശപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ ഈ സർട്ടിഫിക്കറ്റിന്റെ കാരണം ചൂണ്ടിക്കാണിച്ച് പുറത്താക്കി എന്ന പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതിലാണ് അന്വേഷണം വേണമെന്ന ആവശ്യം ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നത്. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. PSCയുടെ റാങ്ക് പട്ടികയിലും ക്രമക്കേടെന്ന ആരോപണമാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഉന്നയിക്കുന്നത്.